ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനാണ്. പ്രത്യേകിച്ച് ഈ ഏലിയൻ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം. അത് നമ്മൾ ബ്ലാക്ക് പാന്തറിലൊക്കെ അവർ വെയർ ചെയ്തിരിക്കുന്ന മാതിരി ഒരു സ്യൂട്ടാണ് വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് വർക്കായി. പിന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് അൽത്താഫിനെ കൊണ്ട് കഴിയുന്ന കണക്കൊക്കെ നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആറ്റിങ്ങൽ ലൊക്കാലിറ്റിയിലുള്ള സുബിൻ ടാർസൻ, ആളുടെ കോമഡിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ടും ഈ സുബിൻ ടാർസൻ്റെ ഒരു ഫോളോവറാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന കോണ്ടൻസൊക്കെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇദ്ദേഹത്തിനെ ആയിരുന്നാലും കഴിഞ്ഞ മഹാരാജാസ് ഹോസ്റ്റലിൽ വന്ന അഖിൽ NRD ആയിരുന്നാലും. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ മൂവിയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു വലിയ ഫാൻ ഫോളോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാൻസിനെ പെട്ടെന്ന് തിയേറ്ററിലേക്ക് ഡ്രൈവ് ചെയ്യാനത് കുറേ ഹെൽപ്പ് ചെയ്യും. അത് വെറും ഒരു മാർക്കറ്റിംഗ് ജിമ്മിക്ക് മാത്രമാണെന്ന് ഞാൻ കാണുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ടാലൻറ്റും ഉണ്ട്, ഒപ്പം ആ ഒരു ഫോളോവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സായിട്ട് മൂവിയിൽ വരുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു നല്ല പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിനു മുമ്പേ ലാലേട്ടനും മമ്മൂക്കയും വന്ന ഒണ്ടമങ് ദ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് മൂവി എത്ര ദിവസം തിയേറ്ററിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ബഡ്ജറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ മിനിമൽ ബഡ്ജറ്റ് ആയിരുന്നാലും നല്ല കോണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ മെയിൻ സ്ട്രീം ആക്ടേഴ്സൊന്നും ഇല്ലാതെ തന്നെ സിനിമ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സൊക്കെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലൂട്ടോയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീരജ് മാധവ്, ആർഷ ചാന്ദിനി, അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, ഒരു വലിയ താരനിര തന്നെ ഈ മൂവിക്കകത്തുണ്ട്. വിനീത് തട്ടിൽ, അൽത്താഫ് സലീം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവിയിൽ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ കോമഡിയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വർക്കൗട്ടായത്. ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അങ്ങനെ ഭയങ്കര ഗംഭീര പരിപാടിയൊന്നുമല്ല, എങ്കിലും ഒരു നല്ല തിയേറ്റർ പ്രോഡക്റ്റ് തന്നെയാണ്. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അർക്കാഡോ ആൻഡ് നീരജ് മാധവ്. ഏതായാലും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഒന്ന് ഓവറായിട്ട് റൈസ്ഡ് മ്യൂസിക് പോലെ തോന്നും. ഈ മൂവിയുടെ ഒരു പേസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു കളർ ടോൺ ആയിരുന്നാലും ഒരു വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് നടത്താനായിട്ട് അത് സിനിമാറ്റോഗ്രാഫി സൈഡിൽ നിന്നായിരുന്നാലും എഡിറ്റിംഗ് സൈഡിൽ നിന്നായിരുന്നാലും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കുറച്ച് കോമഡികളൊക്കെ ആസ്ഥാനത്തായിട്ട് എനിക്ക് തോന്നിയെങ്കിലും കുറേ ചിരിക്കാനുള്ള കോമഡീസുണ്ട്. നന്നായിട്ട് വർക്കൗട്ടായ നല്ല കോമഡീസുണ്ട്. തിയേറ്ററിനകത്ത് ഫാമിലി ആയിരുന്നാലും കൊച്ചു കുട്ടികളായിരുന്നാലും അവരൊക്കെ ഭയങ്കര, പ്രത്യേകിച്ച് കിഡ്സ് ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നൊരു പടമാണ്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ ചില സീനുകളൊക്കെ എനിക്ക് വർക്കാകാത്തത് ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഞാനിത് വർക്കല വിമല തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു പേഴ്സൺ തിയേറ്ററിൽ നിന്ന് പോയി കിട്ടി. അപ്പോൾ ഓവറോൾ സിനിമ എനിക്ക് ഫോർ ദ പെന്നി വർത്തായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യുന്നു.